عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن عطاء بن يزيد الليثي رضي الله عنه أن أبا سعيد الخدري رضي الله عنه أخبره أن ناسا من الأنصار سألوا رسول الله صلى الله عليه وسلم فلم يسأله أحد منهم إلا أعطاه حتى نفذ ما عنده. മഹാനായ അത്വാ ബിൻ യസീദ് അൽ-ലൈസി എന്നവർ പറയുന്നു, മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അൻസ്വാറുകളിൽപ്പെട്ട ചില ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വല്ലതും നൽകാൻ ആവശ്യപ്പെട്ടു. ഫലം യസ്അലുഹു അഹദും മിൻഹും, അവരിൽ നിന്ന് ഒരാളും നബി തങ്ങളോട് ചോദിച്ചില്ല, ഇല്ല അഅ്താഹു, തങ്ങൾ അയാൾക്ക് നൽകിയിട്ടല്ലാതെ, ഹത്താ നഫിദ മാ ഇൻദഹു, ഏതുവരെ തങ്ങളുടെ അടുക്കലുള്ള എല്ലാം കഴിഞ്ഞു. തങ്ങൾ വലിയ ഉദാരനാണല്ലോ, ധർമ്മിഷ്ഠനാണല്ലോ. രാവിലെ വല്ല സമ്പത്തും വന്നാൽ അത് വൈകുന്നേരമാകുമ്പോഴേക്ക് ജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്യും. വൈകുന്നേരം വല്ല സമ്പത്തും വന്നാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ കൊടുത്ത് ആളുകൾക്ക് എല്ലാവർക്കും വീതം വെച്ചു കൊടുക്കും, ആവശ്യക്കാർക്ക്. അപ്പം അങ്ങനെ വല്ലാതെ ഉദാര മനസ്കതയുള്ള, ഔദാര്യമുള്ള, ദാനശീലമുള്ള ആളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങൾ കൊടുത്ത് തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നുപോയി. ഫഖാല ലഹും ഹീന നഫിദ കുല്ലു ഷൈഇൻ അൻഫഖ ബിയദിഹി, തൻ്റെ ഇരുകരങ്ങളെ കൊണ്ട് തങ്ങൾ ചെലവഴിച്ച എല്ലാം തീർന്നുപോയ സമയത്ത് അവിടെ നിന്ന് അവരോട് പറഞ്ഞു, മാ യകുൻ ഇൻദി മിൻ ഖൈരിൻ ലാ അദ്ഖിറുഹു അൻകും. സ്വഹാബത്തെ, എൻ്റെ അടുക്കലുള്ളതെല്ലാം ഖൈറാൽ, ഗുണമായ, ഉത്തമമായ, നല്ലതായി എന്തെല്ലാം എൻ്റെ അടുക്കലുണ്ടോ അതൊരിക്കലും നിങ്ങളെ തൊട്ട് ഞാൻ പാത്തു വെക്കുന്നില്ല, സൂക്ഷിക്കുകയില്ല, മറ്റൊരാൾക്കായിട്ട് മാറ്റി വെക്കൂല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നഹു മയ്യസ്തഅഫിഫ്, തീർച്ചയായും ആരാണോ ഇഫത്ത്, പരിശുദ്ധി പ്രകടിപ്പിക്കുന്നത്, യാചനയെ തൊട്ട്, ജനങ്ങളോട് ചോദിക്കുന്നതിനെ തൊട്ട് മാറി നിൽക്കുക, വിശുദ്ധി കാണിക്കുക, അങ്ങനെ കാണിക്കുന്നത് ആരാണോ, യുഇഫഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അഫീഫാക്കും, വിശുദ്ധനാക്കും, പരിശുദ്ധനാക്കും. ഉമയ്യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹു, ആരാണോ പാടുപെട്ട് ക്ഷമയുണ്ടാക്കുന്നത്, ഇവിടെയുള്ള ക്ലേശങ്ങൾക്കുമേൽ, പ്രയാസങ്ങൾക്കുമേൽ സഹിക്കാൻ നഫ്സിന് കഴിയുന്നില്ല. അപ്പം ആ ക്ഷമ കീർത്തിച്ചുണ്ടാക്കുക, ക്ഷമ ഉണ്ടാക്കുക, പാടുപെട്ട് ഉണ്ടാക്കുക, തകല്ലുഫ് ചെയ്ത് പ്രയാസപ്പെട്ട് ഉണ്ടാക്കുക. അങ്ങനെ ആരാണോ ക്ഷമയെ ആർജിക്കുന്നത്, യുസബ്ബിറുഹുല്ലാഹു, അല്ലാഹു അവനെ വലിയ ക്ഷമയുള്ളവനാക്കി തീർക്കും. ഉമയ്യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരാണോ ജനങ്ങളുടെ കയ്യിലുള്ള ഒന്നിനെ തൊട്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന നിലക്ക് അവരിലേക്ക് ആവശ്യം പ്രകടിപ്പിക്കാതെ ഐശ്വര്യം പ്രകടിപ്പിക്കുന്നത്, അല്ലാഹു അവനെ എന്തു ചെയ്യും, ഐശ്വര്യവാനാക്കും, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട്. വലൻ തുഅ്തൂ, തീർച്ചയായും നിങ്ങൾക്ക് നൽകപ്പെടുന്നില്ല, ഒരു ധർമ്മവും, ഖൈറൻ, ഏറ്റവും ഉത്തമമായതായ, ഔസഅ, വിശാലമായതായ, മിനസ്സുബരി, ക്ഷമയേക്കാൾ. അപ്പോൾ ഒരു മനുഷ്യന് നൽകപ്പെടുന്ന ഏറ്റവും വലിയ ധർമ്മം, ഔദാര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ക്ഷമയാണ്. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും പിടിച്ചു നിൽക്കാനും നഫ്സിനെ നിയന്ത്രിക്കാനും ആവശ്യമായ ക്ഷമ, അതിനേക്കാൾ വലുതായി ഒരു സമ്പത്തും ഒരു നേട്ടവും നിങ്ങൾക്ക് നൽകപ്പെടുന്നില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജനങ്ങളുടെ തൃപ്തി ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണത്. ദുനിയാവിലെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, അതിലൊന്നാണ്, ഒന്ന് ജനങ്ങൾക്ക് അവരുടെ വിവരക്കേട് മാപ്പാക്കി കൊടുക്കുക, നമ്മൾ ജനങ്ങളോട് അങ്ങോട്ട് വിവരക്കേട് കാണിക്കാതിരിക്കുക. വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസ, ജനങ്ങളുടെ ആ കീശയിലുള്ളതിനെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആശ മുറിഞ്ഞവനാകുക. അത് വേണ്ട, എന്നല്ല, ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നവനാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഉദാത്തമായ ഗുണങ്ങളുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ക്ഷമയും ദാനശീലവും ഐശ്വര്യവും ഹലാലായ സമ്പത്തും ഒക്കെ തന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.